2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ LDFിൻ്റെ കൂടെയായിരുന്നു, CPMൻ്റെ കൂടെയായിരുന്നു. നിരവധി പതിറ്റാണ്ടുകളായി ജമാഅത്ത് ഇസ്ലാമി അവരുടെ കൂടെയായിരുന്നു. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരെയായിരുന്നു അവർ അന്ന് നിലപാടെടുത്തത്. രാഷ്ട്രീയമായ നിലപാടാണ്. ചർച്ച പിന്നെയും ജമാഅത്തെ ബാന്ധവും വോട്ടിലും കിടന്ന് കറക്കമാണ്. CPIM നറേറ്റീവിന് ആവേശം പകർന്നു വന്നത് K മുരളീധരന്റെ പ്രതികരണമാണ്. 2016 വട്ടിയൂർക്കാവിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചുവെന്നും 2019 മുതൽ ദേശീയ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിനെന്നും പറയുകയാണ് K മുരളീധരൻ. മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വർഷം ഒന്ന് മാത്രം ബാക്കി നിൽക്കെ ജമാഅത്തെ ബാന്ധവും എന്ന CPM കുഴിക്കുന്ന വാരിക്കുഴിയിൽ പോയി മൂക്കും കുത്തി വീഴുകയാണോ കോൺഗ്രസ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ എം പ്രകാശൻ, ശ്രീ ഷാഫി ചാലിയം, ശ്രീ അമീൻ ഹസൻ, ശ്രീ CR നീലകണ്ഠൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ എം പ്രകാശിലേക്ക് പോകുന്നു. ശ്രീ എം പ്രകാശൻ, നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയത്തിന് ശേഷം ഈ കോൺഗ്രസ് ജമാഅത്തെ ബാന്ധവും എന്നുള്ള രാഷ്ട്രീയ നറേറ്റീവ് കൂടുതൽ ശക്തമാക്കുകയാണ്. ഏറ്റവും കൂടുതൽ AV ജയരാഘവൻ അടക്കം എത്രത്തോളം കടത്തിപ്പറയാമോ അത്രത്തോളം കടത്തിപ്പറയുകയുമാണ്. അത് കോൺഗ്രസ് ക്യാമ്പിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി തുടങ്ങി എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നുണ്ടോ ശ്രീ എം പ്രകാശൻ? അല്ല, ഞങ്ങളുടെ ഒരു പ്രത്യേക നരേറ്റീവാണ് ഈ പറയുന്ന കാര്യം എന്നുള്ളത് വസ്തുതയല്ല. ഉള്ള കാര്യം സംബന്ധിച്ചാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചത് SDPIയുടെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും പൂർണ്ണ പിന്തുണയും ഒരു മുന്നണി എന്നുള്ള നിലക്ക് മത്സരിച്ചതിനെ ഫലമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇക്കാര്യം തന്നെയാണ് ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗവും പറഞ്ഞത്. ജയരാഘവൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഉൾപ്പെടുന്ന ചേരിയുടെ പിന്തുണയിലാണ്. ഇതുണ്ടാക്കുന്ന രണ്ട് ഗൗരവമായ അപകടങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, കേരളത്തിൽ UDF, കോൺഗ്രസ് നയിക്കുന്ന UDF ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായി ഉണ്ടാക്കുന്ന ധാരണ രാജ്യത്താകെ ഹിന്ദു വർഗീയവാദികൾക്ക് ഗുണം ചെയ്യുന്നതാണ്. കാരണം അവർ രാജ്യത്താകെ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യം എന്നുള്ളത് വർഗീയ പാർട്ടികളുടെ പിന്തുണയോടെ, ന്യൂനപക്ഷ വർഗീയതയുടെ പിന്തുണയോടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കേരളം എത്രയോ പതിറ്റാണ്ട് കാലമായി മതനിരപേക്ഷ ഫാബ്രിക് സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയിലാണ് അത് കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളതിന് പക്ഷാന്തരമില്ല. ഇവിടെ ഒരു ഭാഗത്ത് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് BJP ഹിന്ദുക്കളെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോഴാവട്ടെ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും ചേർത്ത് മുസ്ലിം ജനസമാനത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഇടപെടുകയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഫലം ദൂരവ്യാപകമാണ്. ഇന്ത്യയിൽ നിന്ന് ഈ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ആകെ തന്നെ ആട്ടി ഓടിക്കാൻ BJP ശ്രമം നടത്തുമ്പോൾ മതനിരപേക്ഷത ഏറ്റവും ഏറെ നിൽക്കുന്ന ഈ കേരളത്തിൽ ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കൂട്ടിക്കൊണ്ട് നിൽക്കുന്ന ഈ നിൽപ്പ് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഇല്ലാതാക്കും. ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായിട്ട് പോരടിക്കുന്ന മതനിരപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും വലിയ യത്നിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ കഴിവിനെ അത് ദുർബലപ്പെടുത്തും. ഇത് ദൂരവ്യാപകമായ ഫലം കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാക്കും എന്ന കാര്യമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ പ്രകാശൻ, ശരി, ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ P. മുജീബ് റഹ്മാൻ, ജമാഅത്തെ ഇസ്ലാമി അമീർ, അവർ മൗദൂദിയുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയത്തെ അവർ പിന്തുണയ്ക്കുന്നില്ല, ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള ആശയം അവർ ഉപേക്ഷിച്ചതാണ് എന്നൊക്കെ പറയുന്നു. നമുക്ക് നോക്കാം, അങ്ങനെ അവരുടെ സ്ഥാപകൻ പറഞ്ഞ ഒരാശയത്തെ അവർക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ പറയുന്നത് നിലനിൽപ്പിനുള്ള രാഷ്ട്രീയമാണോ? അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണോ RSS ആണോ കൂടുതൽ പ്രശ്നം, അതോ രണ്ടും ഒരുപോലെ പ്രശ്നമാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് അതൊരു അക്കാഡമിക് ചർച്ചയുമാണ്. ഉറപ്പായും CPM അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സ്വാഗതാർഹവുമാണ്. പക്ഷേ ശ്രീ എം പ്രകാശൻ, പോയ കാലത്ത് ഈ അടുത്ത നമ്മൾ കഴിഞ്ഞ പല ചർച്ചകളും പറഞ്ഞാണെങ്കിൽ കൂടിയും പോയ കാലത്ത് CPM ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയതും അതിനെ തുടർന്നുള്ള CPMന്റെ നന്ദി പ്രകടനവും ഒക്കെ പോയ കാലത്തെ CPMന് പറ്റിയ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോഴല്ലേ നിങ്ങൾക്കത് പറയാനുള്ള ധാർമ്മികാവകാശം ഉണ്ടാകൂ ശ്രീ എം പ്രകാശൻ? അതുണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പൂർണ്ണമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നിലയിലുമുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ധാരണയോ കൂട്ടുകെട്ടോ മുന്നണിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടി CPM ഒരു കാലത്ത് മുന്നോട്ടേക്ക് വന്നിട്ടില്ല.
ഇനി ഒരിക്കലും മുന്നോട്ടേക്ക് വരുന്ന പ്രശ്നവുമില്ല. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് വർഗീയവാദത്തിൻ്റെ വിപത്തിനെ നല്ലതുപോലെ ചൂണ്ടിക്കാട്ടുന്നവരാണ്. ഈ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ വിപത്ത് ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യ രാജ്യം ഇന്ന് ചെന്നുപെട്ടിട്ടുള്ള ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സഹായിക്കില്ല എന്ന് മാത്രമല്ല, അത് രൂക്ഷമാക്കും. ആശയപരമായി ഞാൻ യോജിക്കുന്നു, ആശയപരമായി ഞാനും യോജിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഇപ്പൊ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യകക്ഷിയല്ല, UDF ഭാഗമല്ല ജമാഅത്തെ ഇസ്ലാമി, UDF ഭാഗമല്ല SDPയും. സംഭവിക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് നൽകാം എന്ന് അവർ പറയുന്നു, അവർ വോട്ട് വാങ്ങുന്നു എന്നുള്ളതാണോ സംഭവിക്കുന്നത്? അതിൻ്റെ എന്താണ് ബേസിക് അർത്ഥത്തിൽ? എം പ്രകാശൻ, പോയ കാലത്ത് ഇതേ നിലപാട് ജമാഅത്തെ ഇസ്ലാം നിങ്ങളോട് സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ വോട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പലയാവർത്തി പറഞ്ഞതുപോലെ ആ വോട്ട് വാങ്ങിയതിന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മുടെ ഇപ്പോഴത്തെ പിണറായി വിജയൻ അതിനെ അന്ന് അക്നോളജ് ചെയ്തിട്ടുണ്ട്, നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാം തീവ്രവാദികൾ എന്ന ആര്യാടൻ പറയുമ്പോഴേക്കും സഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയല്ല എന്നല്ല, ഈ പറയുന്ന ആര്യാടന് മൃദുഹിന്ദുത്വമാണ് ഇത് പറയുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ടാണ് ലക്ഷ്യം, അത് ദുഷ്ടലാക്കാണ് എന്ന് കോടിയേരി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോയ കാലത്ത് ജമാഅത്തിന് അനുകൂലമായി CPM എടുത്ത നിലപാടുകൾ ഞങ്ങളുടെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് തെറ്റാണ്. അത് എളുപ്പത്തിൽ പറയാവുന്നതല്ലേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ? അതല്ലേ രാഷ്ട്രീയ സത്യസന്ധത, ശ്രീ എം പ്രകാശൻ? ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി, SDPI, ലീഗ് ഇവർ UDFന് വേണ്ടി സംയുക്തമായി ഇറങ്ങുന്ന ഒരു കാഴ്ച കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നേരത്തെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങണം എന്നുള്ള അവസ്ഥയേക്കാൾ നല്ലത് ലീഗ് പിരിച്ചുവിടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തവണ UDFന് വേണ്ടി രംഗത്ത് വന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെയെങ്കിൽ അത് അങ്ങനെ പറയണം. UDFന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾ അങ്ങനെ ഇപ്പൊ അങ്ങ് പറഞ്ഞ തെളിച്ചു പറയണം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയ കാലത്ത് നിങ്ങൾ വാഴ്ത്തിപ്പാടിയത് പൂഴ്ത്തിയതും ഒക്കെ അവിടെ ചരിത്രത്തിൽ കിടപ്പാണ്. എം പ്രകാശ്, UDFന്റെ ഭാഗം അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തവണ UDFന്റെ ഭാഗമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി, SDPIയും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളും ഒന്നിച്ച് വോട്ട് ചോദിച്ച ഒരു ചരിത്രമുണ്ടോ കേരളത്തിൽ? ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ UDF ജയിച്ചപ്പോൾ UDFൽ ലീഗിനേക്കാൾ മുമ്പേ SDPI ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു ചരിത്രം കേരളത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഞങ്ങൾ ഒരു സന്ദർഭത്തിലും ഈ കേരളത്തിലാവട്ടെ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ആവട്ടെ ഇത്തരം കക്ഷികളുമായി ചേർന്നുകൊണ്ട് കൂട്ടുകെട്ടോ ധാരണയോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മത്സരിച്ചിട്ടുമില്ല. ഞങ്ങൾ അവരോട് ആ നിലക്ക് പരസ്യമായിട്ട് വോട്ട് ചോദിച്ചിട്ടുമില്ല. അതൊരു വസ്തുതയാണ്. ഇവിടെ ഇപ്പോൾ UDFകാർ ഇങ്ങനെ നമ്മൾ പഴയ പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ, ദേശാഭിമാനിയുടെ മുഖപ്രസംഗമൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. 2009 KT ജലീൽ ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന അങ്ങ് ഒന്ന് കേൾപ്പിച്ചോട്ടെ. ശ്രീ എം പ്രകാശൻ ഒന്ന് പ്ലേ ആവോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ പ്രൗഢവും ഹൃദ്യവുമായ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള സംസ്ഥാന അമീർ ജനാബ് T. ആരിഫ് അലി സാഹിബ് അവറുകളെ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ, ആ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് പ്രബോധനം സ്വീകരിച്ച വഴി ശ്ലാഘനീയവും മാതൃകാപരവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ മുസ്ലിമേതര സമൂഹങ്ങളിൽപ്പെടുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള നിരവധി പേർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുതൽ അടുപ്പവും ബന്ധവും ഉണ്ടാകാൻ ഇടയാക്കിയ പ്രകാശൻ, അങ്ങനെ ഒരുപാട് ജമാഅത്ത് വേദികളിൽ ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്നവർ പ്രസംഗിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ഒന്നുകൂടെ ഞങ്ങൾ കേൾപ്പിക്കാം കേട്ടോ. അത് പന്നിന്റെ വീതം പ്രസംഗിക്കുന്നു, ഒന്ന് പ്ലേ ആവും. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും ബൗദ്ധന്റെയും എല്ലാം രക്തം ഒന്നാണ്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്.
ആ മുദ്രാവാക്യം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മളൊന്നാണ്, നമുക്കൊന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ മാനമായി നമുക്ക് ജീവിക്കണം. ഓക്കെ ശ്യാം പ്രകാശൻ, ഈ KT ജലീൽ തുടക്കത്തിൽ 2009 അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ മുഖമാസികയെ പ്രബോധനത്തിന്റെ എന്തോ പരിപാടിയിൽ പങ്കെടുക്കലാണ്. അന്ന് KT ജലീൽ MLA ആണ് കേട്ടോ. ഒരു MLA ഒരു പൊതുവേദിയിൽ വെള്ളിയാഴ്ച ഉസ്താദ്മാർ പ്രസംഗിക്കുന്ന മട്ടിൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല. അതൊരു പൊതുവേദിയാണല്ലോ, അത് തെരുവിൽ ഒക്കുന്ന വേദിയാണ്. ഈ പറയുന്ന രീതിയിൽ വെള്ളിയാഴ്ച മതപ്രഭാഷകന്മാർ പ്രസംഗിക്കുന്ന രീതിയിലുള്ള തുടക്കം ആമുഖമൊന്നിട്ടേണ്ട കാര്യമില്ല. ഇത് PC ജോർജ് പോപ്പുലർ ഫ്രണ്ട് വേദിയിൽ പോയി പറഞ്ഞ പോലെ തോന്നുന്നുള്ളൂ. അന്ന് ഇപ്പോൾ KT ജലീൽ 2009 ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോയി അവരെ പുകഴ്ത്തുമ്പോഴും പന്ന്യൻ രവീന്ദ്രൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോയി അവരെ പുകഴ്ത്തുമ്പോഴും ഒന്നും നിങ്ങൾക്ക് പതിത്വമില്ല. നിങ്ങൾക്ക് പതിത്വം ഉണ്ടാകുന്ന എപ്പോഴാണ് ശ്രീ പ്രകാശൻ? അവർ നിങ്ങൾ പിന്തുണ പിൻവലിച്ച് UDF കൊടുത്തു. അത് ക്ലാരിറ്റിയോട് അങ്ങനെ പറഞ്ഞാൽ ഒന്നുകൂടി രാഷ്ട്രീയ സത്യസന്ധമാവില്ലേ? UDF നിങ്ങൾ പിന്തുണ കൊടുത്തു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കൾ. അതല്ലാതെ അവരുടെ ചരിത്രവും അവരുടെ മതരാഷ്ട്രവാദവും ഒക്കെ അക്കാഡമിക്കലി പറഞ്ഞാൽ ജനം ചിരിക്കില്ലേ? M പ്രകാശൻ മാഷേ, ഈ മതതീവ്രവാദ പ്രസ്ഥാനത്തോട് കോൺഗ്രസും ലീഗും കാണിക്കുന്ന മമതയെ ന്യായീകരിക്കാൻ നിങ്ങൾ പാടുപെടുന്നത് കാണുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ തമാശയാണ് തോന്നുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 2 പ്രസംഗങ്ങളിലും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFന്റെ യോഗത്തെ കുറിച്ചല്ല. 2 പ്രത്യേക പരിപാടികൾ. ആ രണ്ടാമത്തെ പരിപാടി എന്താ? ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയാണ്. കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് നിങ്ങളുടെ കടുത്ത എതിരാളികളാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിന്റെ വേദിയിലും പോകാറുണ്ട്. ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ എന്താ സംശയം? ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ സെമിനാർ നടത്തുന്നു ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങളും ജമാഅത്തെ ഇസ്ലാമി ഒന്നാണെന്നാണോ? അപ്പൊ ജമാഅത്തിന്റെ വേദിയിൽ പോയി പ്രസംഗിക്കുകയും ജമാഅത്ത് ആഗോള ഭീകരവാദി പ്രസ്ഥാനമാണ് എന്ന് പറയുകയും ചെയ്യാമോ? ഞാൻ ചോദിക്കട്ടെ, അത് ഉഡായിപ്പ് ഉപദേശവും എന്ന വാക്കൽ അതിന് ചേരൂ ശ്രീ പ്രകാശൻ? ഇപ്പോ ഇന്ത്യ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. രാഷ്ട്രീയ കൂട്ടുകെട്ടും മറ്റൊരു പാർട്ടി നടത്തുന്ന ഒരു പൊതു സമ്മേളനത്തിൽ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുന്നതും എങ്ങനെയാണ് ഒന്നാവുന്നത്? ഇപ്പം ഞങ്ങളൊക്കെ ഒരുപാട് രാഷ്ട്രീയ എതിരാളികളുടെ BJP വിളിക്കുന്ന സെമിനാറിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. BJPയുടെ അനുകൂലമായതുകൊണ്ടാണോ? ഒരു വിഷയം നടക്കുന്ന സെമിനാറിൽ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്, കോൺഗ്രസിനെ ക്ഷണിക്കാറുണ്ട്. BJP കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ജമാഅത്ത് ഇസ്ലാം മുന്നോട്ടേക്ക് വരുമ്പോൾ RSS ഒരു ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ സംഘടന നിങ്ങളെ വിളിക്കുന്നു, പോയി CPM പങ്കെടുക്കുമോ? ഒരു വിഷയത്തിന് അല്ല, അവരുടെ ഒരു പരിപാടിക്കകത്ത് ഞങ്ങൾ പങ്കെടുക്കില്ല. പക്ഷേ ഒരു വിഷയം സംബന്ധിക്കുന്ന സെമിനാർ നടത്തുന്നു. RSS ശരി, ഇപ്പൊ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി RSSന്റെ ഒരു നാണയത്തിന് 2 മുഖങ്ങൾ എന്നുള്ളതാണല്ലോ CPMന്റെ വാദം. ശ്രീ പ്രകാശൻ മാഷെ, അപ്പോൾ RSS വിളിക്കുകയാണ്. RSS ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ജനകീയ മുന്നോട്ട് ആവശ്യത്തെ പറ്റി സംസാരിക്കുക, ഒരു സെമിനാർ വിളിക്കുകയാണ്. RSS വേദി പോയി സംസാരിക്കുമോ ശ്രീ പ്രകാശൻ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RSSകാരുടെ ഒരു പരിപാടിക്കകത്ത് ഞങ്ങൾ പങ്കെടുക്കില്ല. ഒരു വിഷയം സംബന്ധിച്ച് നടക്കുന്ന സെമിനാർ ഓർ സിമ്പോസിയം അതിൽ തീർച്ചയായും പങ്കെടുക്കും. എന്താ പങ്കെടുക്കുന്നതിന്? അല്ല, RSS ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ സിമ്പോസിയം വിളിച്ചാൽ CPM പോയി പങ്കെടുക്കും. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയെ കുറിച്ച് വിളിച്ചാലല്ല, ഒരു വിഷയം സംബന്ധിച്ച് ഒരു സെമിനാർ നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ അതിന് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കടുത്ത എതിർത്തുകൊണ്ടിരുന്ന പാർട്ടിയാണല്ലോ ജനസംഘം. ആ ജനസംഘം ഉൾപ്പെടെയുള്ള ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് പോയ കാര്യം. ഞാൻ ഒരു 3 ചിത്രം കൂടെ കാണിച്ചോട്ടെ. ഞാൻ അങ്ങനെ ഒരു 3 ചിത്രം കൂടെ കാണിക്കാം, ഒന്ന് വിളയാവോ? അതിൽ ആദ്യ ചിത്രത്തിലുള്ളത് എന്താണ്? സിക്കർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച CPM MP അമ്രാറാമാണ്. ഒന്ന് വിളയോ? ആ ചിത്രം ഞാൻ കാണിക്കാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഷാഫി ചാലിയം, ഈ പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് ഓർമ്മയുണ്ടാകണം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രക്ഷുബ്ധാവസ്ഥയും ഇല്ലാത്ത വളരെ ശാന്തമായി സമാധാനമായി പോയ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ FB പോസ്റ്റിലേക്ക് ഒരു 3 വരി പ്രസ്താവന ബോംബ് പോലെ വന്ന് വീഴുന്നു. വേറെ ഒന്നും അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല. എന്താണ് ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു, അങ്ങനെ എന്തോ അർത്ഥത്തിലാണ്. അതിനെ തുടർന്ന് പിന്നെ CPM നേതാക്കളൊക്കെ അത് വലിയ ചർച്ചയാക്കുന്നു. അന്നാണ് ഈ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്ന വർഗീയ കോനേജ് കോടിയേരി പറയുന്നു. അന്നും സമാനമായ രീതിയിൽ കണ്ടു. അന്ന് കോൺഗ്രസ് നേതൃത്വം പതറി. അന്ന് MM ഹസൻ ഒന്ന് പറഞ്ഞു, അന്ന് രമേശ് ചെന്നിത്തല ഒന്ന് പറഞ്ഞു, അന്ന് ഓരോ രാഷ്ട്രീയ നേതാക്കൾ K മുരളീധരൻ ഒന്ന് പറഞ്ഞു, VM സുധീരൻ വേറൊന്ന് പറഞ്ഞു. വളരെ കൃത്യമായി CPM ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ നറേറ്റീവിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോയി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ഇനി M പ്രകാശ് മാഷ് എന്തല്ലെന്ന് പറഞ്ഞാലും നമുക്ക് അരിയാഹാരം കഴിയുന്ന ആർക്കും മനസ്സിലാകും. ഒരു രാഷ്ട്രീയ നറേറ്റീവ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ രൂപകൽപ്പന ചെയ്യുകയാണ്. ഏതാണ്ട് കൃത്യസമയമായി വരുമ്പോഴേക്കും K മുരളീധരൻ അത് ഏറ്റുപിടിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് പിന്തുണയില്ല, അന്നെല്ലാം CPM-നാണെന്ന് പറയുന്നു. അപ്പോൾ CPM-ന്റെ ഈ നറേറ്റീവ് പിന്നെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഫി ചാലിയെ,
ഇല്ല, അങ്ങനെയൊന്നുമില്ല. CPM-ന്റെ നരേഷൻ തകർന്നടിയാണ് ഇവിടെ. വളരെയധികം എളിമ്പ്യരും പരിഹാസ്യരുമായി മാറിയില്ലേ കഴിഞ്ഞ 10-15 ദിവസങ്ങളായി. ആ വിജയരാഘവൻ പറഞ്ഞ ഈ വിഷം അതോടെ കിടക്കില്ലേ? എന്താ പറഞ്ഞത്? 4.5 ലക്ഷം വോട്ടിന് വിജയിച്ച പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചാണ് പറയുന്നത്. എന്ത്? ഈ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള കടുത്ത മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ ഡൽഹിയിലെത്തുമോ പാർലമെന്റിലെത്തുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും വോട്ട് എത്ര ഉണ്ടെന്നാ? 4.5 ലക്ഷം അല്ലേ? അല്ലെങ്കിൽ പ്രിയങ്ക തോൽക്കുന്നു. അപ്പോൾ 4.5 ലക്ഷം മുസ്ലിം എന്നല്ല അവിടെ. പിന്നെ എങ്ങനെ 4.5 ലക്ഷം ഈ ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുക? എന്തൊരു മണ്ടൻ പ്രസ്താവന ഇറക്കിയത്. എന്നിട്ട് അതിന് ന്യായീകരിച്ച് മെഴുകാൻ ഈ പ്രകാശം ഭാഷ പോലുള്ള കുറേ ആളുകളും ആരോടാ ഇത് പറഞ്ഞു? 75 ലക്ഷം മനുഷ്യന്മാരുള്ള മുസ്ലിങ്ങളുള്ള കേരളത്തിൽ ആകെ 3000 അംഗമാണ് ജമാഅത്തിനുള്ളത് ഇല്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് ഇപ്പോൾ കൊടിയ വർഗീയ ഭീകര എന്നൊക്കെ പറയുമ്പം കഴിഞ്ഞ കാല ട്രാക്കൊക്കെ ഒന്ന് എടുക്കണം. 2006 അറിയാലോ, പിണറായി പാർട്ടി സെക്രട്ടറി ആലപ്പുഴയിൽ വെച്ച് നേരിട്ട് ജമാഅത്ത് അമീറുമായി ചർച്ച നടത്തിയ കാര്യം ഫോട്ടോ അടക്കം അന്ന് മാധ്യമത്തിൽ വന്നിരുന്നു. ആ 2006 ജമാഅത്തുമായുള്ള ബന്ധത്തെ ന്യായീകരിച്ച് പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനവും ദേശാഭിമാനിയുടെ എഡിറ്റോറിയലൊക്കെ നമ്മൾ വായിച്ച എന്താ പറഞ്ഞത്? സാമ്രാജ്യത്വത്തിനെതിരായ കടുത്ത നിലപാടെടുക്കുന്ന ഒരു പാർട്ടി, സാമ്പത്തിക ഉദാരീകരണ സാമ്പത്തിക നയത്തിനെതിരായ നിലപാടെടുത്ത പാർട്ടി. ആ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ UDF-ന് വലിയ പ്രയാസമുണ്ട്. അതിൻ്റെ വേവലാതികൾ അവരിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. 2006 തൊട്ട് 2011 വരെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭ സർക്കാരിൽ ടെക്സ്റ്റ് ബുക്ക്, പാഠപുസ്തകങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭൗതിക ദൈക്ഷണിക വ്യക്തിത്വങ്ങളെ എടുക്കുന്ന കമ്മിറ്റിയാണ്. മതസംഘടനകളുടെ ആളുകളൊന്നും ഈ പാഠപുസ്തക കമ്മിറ്റിക്ക് എടുക്കാറില്ല. പക്ഷെ ആ കമ്മിറ്റിയിൽ ഇവർ പറഞ്ഞ അതിഭീകര വർഗീയ പാർട്ടി എന്ന് അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിൻ്റെ 1 അല്ല 2 പ്രതിനിധികളെടുത്ത്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ ഗണ്യമായ സ്വാധീനമുള്ള സമസ്തയുടെ ഒരു പ്രതിനിധി എടുത്തണോ? അത് എടുത്തിട്ടുമില്ല. രണ്ടാമത് പാലോളി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കിനി. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പം സച്ചാർ ശുപാർശകൾ ഇന്ത്യയിലെ BJP ഭരിക്കുന്നതടക്കമുള്ള 10-30 സ്റ്റേറ്റുകൾ മൊത്തം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പം കേരളം മാത്രമാണ് എന്ത് ചെയ്തത്? അതുകൂടെ നടപ്പാക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ വേറൊരു കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചു. ഒരുപാട് കേന്ദ്രത്തിൽ നിന്ന് പല സമുദായങ്ങൾക്കും പല ജാതികൾക്കും പല സംവരണങ്ങളും സഹായങ്ങളും വരാറുണ്ട്. അങ്ങനെ വന്നാൽ അത് അതാത് സമൂഹത്തിന് കൊടുക്കലാ പതിവ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിമിന് കിട്ടിയ ആദ്യത്തെ ആനുകൂല്യമാണ് സച്ചാർ. അത് കൊടുക്കണോ വേണ്ടതെന്ന് ആലോചിക്കാൻ കമ്മിറ്റി വെച്ച് വില്ലാളി വീരന്മാരാ. ഇങ്ങോട്ട് ആ കമ്മിറ്റി തന്നെ മുസ്ലിം സമുദായത്തിലെ നിർധരരായ ആളുകളെ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ കണ്ടെത്താൻ വേണ്ടി ഉണ്ടാക്കിയ പാലോളി കമ്മിറ്റിയിൽ സമസ്തനെടുത്തോ? എടുത്തില്ല. ലീഗ് പിന്നെ പോട്ടെ, അവിടെ എടുത്തത് ഈ ജമാഅത്തുകാരെയാണ്, ഈ ജമാഅത്തെ ഇസ്ലാമിനെ. 2011 5 കൊല്ലക്കാലം എവിടെയായിരുന്നു ഇവര്? ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ആ ബന്ധം, CPM-നൊരു സ്വഭാവമുണ്ട്. അവരുടെ പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകുറ്റങ്ങളൊക്കെ തെറ്റ് തിരുത്തുന്ന പദവിയുണ്ട്. ജമാഅത്തുമായി ഈ 5 വർഷം തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങിയതും പരസ്യമായി വോട്ട് വാങ്ങിയതും ഈ ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട ഇമ്മൻസ് കമ്മിറ്റി സ്ഥാനം കൊടുത്തതും തെറ്റായിപ്പോയി എന്ന് എവിടെയെങ്കിലും പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലും? ഒന്നുമില്ല. അവർ ജമാഅത്തെ ഇസ്ലാമി ഒരു ദേശീയ മതസംഘടനയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ദേശീയ തലത്തിലാണ് എല്ലാ തീരുമാനവും എടുക്കുക. ആ നിലക്ക് ദേശീയ തലത്തിൽ BJP-ക്കെതിരായി ഒരു കോൺഗ്രസിന് നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ വന്നപ്പോൾ അവർ ദേശീയ തലത്തിലാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും CPM പണിഞ്ഞിട്ടില്ല. ദേശീയ തീരുമാനം വന്നു കോൺഗ്രസിന് വോട്ട് ചെയ്യണം. അങ്ങനെ ദേശീയ തീരുമാനം വരുമ്പോൾ കോൺഗ്രസിനോടൊപ്പം CPM സഖ്യമായിരുന്ന ബംഗാളിലും തമിഴ്നാട്ടിലും അതുപോലുള്ള ചില സ്ഥലങ്ങളിലും ഒക്കെയുള്ള CPM-ന്റെ സ്ഥാനാർത്ഥികൾക്കും ഇവർ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വേദിയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രാദേശിക ഹൽക്ക വന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പോട്ടെ. പ്രകാശ് മാഷോട് കുറെ നേരമായല്ലോ പറയുന്നത്. ഒരുമിച്ച് പ്രചരണം നടത്തി. ഒരുമിച്ച് എവിടെ പ്രചരണം നടത്തി? ഒരുമിച്ച് ഒരു വേദി എവിടെ പങ്കിട്ടിട്ടുണ്ടോ? ഈ ഇല്ലാത്ത ഈ ചെറിയൊരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ആളില്ലാത്ത ചെറിയ സംഘടനകളെ ഉയർത്തി കാണിച്ച് ഇവിടുത്തെ മതേതര എന്താ പറയുക, ഈ മതേതര
മതേതര പാർട്ടികൾക്ക് വോട്ട് ചെയ്ത ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികളായ ലക്ഷങ്ങളെ അവരെ നേരെ കാർക്കിച്ച് തുപ്പണവര്. അതാ പറഞ്ഞത് പാലക്കാട്ടിലെ നടത്തിയില്ലെങ്കിൽ ഒരു മിനിറ്റ്, ആ റാലി നടത്തിയാൽ ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളത്? ഞങ്ങൾക്കാർക്ക് ഉത്തരവാദിത്തം? ആ റാലിക്ക് പിന്നിൽ CPM ആരാ? കാരണം ആ റാലി ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവരിങ്ങനെ ഇവിടെ കിടന്ന് ന്യായീകരിക്കുന്നത്. അപ്പൊ ആ റാലി CPM-നാ. തീർച്ചയായും ആ റാലിക്ക് പിറകിൽ CR നീലകണ്ഠൻ അതിന് എന്തായാലും ഇപ്പോൾ SDPI റാലിക്ക് CPM ആണ്, അങ്ങനെ ആവില്ല. CR നീലകണ്ഠൻ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച എന്താണ് എല്ലാം ഇനി നമ്മുടെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന CR നീലകണ്ഠൻ ഒരു കാര്യം ഉറപ്പാകട്ടെ, നമ്മൾ ഈ പുരോഗമന എന്നൊക്കെ പറയുന്നത് വമ്പൻ ഉടായ്പാണ്. നമ്മുടെ ഈ നാട്ടിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതും വോട്ട് കിട്ടുന്നോ ഇല്ലെന്ന് നോക്കുന്നതും ഒക്കെ മതവും ജാതിയും ഒക്കെ നോക്കി തന്നെ ഒരു തർക്കം അക്കാര്യത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അതങ്ങ് നാണം കെട്ട ചർച്ചയാകുമ്പോൾ നമുക്ക് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. CR പാലക്കാട്ട് ഏതൊക്കെ മതങ്ങൾ ജീവിക്കുന്ന കൂടുതൽ ജീവിക്കുന്ന സ്ഥലം ഡിനോമിനേഷൻ നോക്കിയാൽ അവിടെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കിട്ടി, അവിടെയൊക്കെ UDF-ന് വോട്ട് കിട്ടി, വലിയ 11,000 വോട്ട് വലിയ ഭൂരിപക്ഷത്തിൽ അത് ജയിച്ചതും, വയനാട്ടിൽ അതുപോലെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചതും 437 പേരുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ SDPയുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയ മണ്ടത്തരമാണെന്ന് CPM-നും പ്രകാശ് മാഷ്ക്കും അറിയാത്തതല്ല. അതൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് സെറ്റ് ചെയ്യലാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളം മൊത്തത്തിൽ 13,000 അംഗങ്ങളുള്ളവരെ കൊണ്ട് ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാനൊന്നും ഒരു ചുക്കും പറ്റത്തില്ലെന്ന് അറിയാത്തവരുമല്ല CPM. പക്ഷേ ആ പൊളിറ്റിക്കൽ നറേറ്റീവിനെ വളരെ നന്നായി പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രൊപ്പഗണ്ട ആ രീതിയിൽ ചിത്രീകരിക്കാനും CPM-ന് അതിനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ പോയി കോൺഗ്രസ് വീഴണമെന്നാണ് ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൃത്യമായി അവർ വീഴുന്നത് കണ്ടു, അവർ ബബ്ബ പാടിക്കുന്നത് കണ്ടു. ഇതാ വീണ്ടും അതിനുള്ള തുടക്കമാണോ CR നീലകണ്ഠൻ? അല്ല, കോൺഗ്രസ് വീഴണമെന്നുള്ളത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കില്ല, അല്ലെങ്കിൽ ലീഗുകാർ ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്തമില്ല. ഞാനിവർ രണ്ടുപേരുടെയും വക്താവല്ല, പാർട്ടിയുടെ ആളുമല്ല. പക്ഷെ ഒരു കാര്യം, ജമാഅത്ത് ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 ശേഷമാണ്. 2011 വരെ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. 2006 വരെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്ന ആളാണ് ഞാൻ. 2008 അവിടുന്ന് ഞാൻ വിട പറയുന്നത്. 2009 തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഞാൻ പറയാം, 2006 വരെ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമി അവരുടെ അമീർ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും, ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കും. അത് നിഷ്കളങ്കമാണ്, അവരൊരു മതസംഘടനയാണ്. ഇവിടെ പല സംഘടനകളും അങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പോൾ പാലയിൽ ആര് സ്ഥാനാർത്ഥിയാക്കണം തീരുമാനിക്കുന്നത് പാലയിലെ ബിഷപ്പാണ്. എറണാകുളത്ത് ലാറ്റിൻ കാത്തലിക് അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുപോലെ നിരവധി മണ്ഡലങ്ങളിൽ അങ്ങനെ തന്നെയാണ് സ്ഥാനാർത്ഥി ഉണ്ടാവുക. AK ആന്റണി തിരൂരങ്ങാടിയിൽ നിന്ന് ജയിച്ച ഒരു ചരിത്രം നമുക്കുണ്ട്. അത് വളരെ പ്രത്യേകമായൊരു അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുണ്ടാവും. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ ചോദ്യം പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് അവിടെ ജയിക്കുന്നത് വേറെ തരം പ്രത്യേക വോട്ട് കൊണ്ടാണ് നിലമ്പൂരിൽ ജയിച്ചിരുന്നത്. അതൊക്കെ നമുക്കറിയാം, അത് ഓരോരുത്തരും പ്രാദേശിക സാഹചര്യം. 2009 എറണാകുളം മണ്ഡലത്തിൽ എനിക്കത് നേരിട്ട് അനുഭവമുള്ളത്, കാശ്മീർ പറയാൻ 1 മിനിറ്റ് തന്നാൽ മതി. മൂലമ്പിള്ളിയിൽ കുടിയിറക്ക് കഴിഞ്ഞ് മൂലമ്പിള്ളിയിലെ സ്ഥാനാർത്ഥി നമ്മൾ നിർത്തി, സമരസമിതി. ആ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അന്ന് KV തോമസും സെബാസ്റ്റ്യൻ പോളുമാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ മത്സരിക്കുന്നത്. അന്ന് ആ സ്ഥാനാർത്ഥി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകണമെന്നാണ്. കാരണം ഈ അന്നത്തെ അവരുടെ സോളിഡാരിറ്റി എല്ലാ ജനകീയ സമരങ്ങളും വരും. ഞാൻ സോളിഡാരിറ്റിയുടെ വേദിയിൽ പോയിട്ടുണ്ട്. സോളിഡാരിറ്റി നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ ഒരു സമരവേദിയാണെങ്കിൽ അത് ആരുടെ കൂടെയും പോകും. കുമ്മനം രാജശേഖരൻ്റെ കൂടെ VS അച്യുതാനന്ദനും പിണറായി വിജയനും പോകാം. നമ്മുടെ ആറന്മുള സമരത്തിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടുള്ളതാണ്. അതിലും അപ്പോൾ ഒരു സമരവേദിയിൽ അങ്ങനെ പോകുന്നതിൽ തെറ്റില്ലാന്ന് ഇന്ന് ഞാൻ കരുതുന്നു. അവരുടെ ആശയങ്ങളുമായി 100% അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനൊരു ഭൗതികവാദിയാണ്. എനിക്ക് ഒരിക്കലും ഒരു ഇസ്ലാമിക വാദത്തോടൊന്നും യോജിപ്പില്ല. പക്ഷേ ആ സമരത്തിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും അന്ന് ഇവർ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് എറണാകുളത്ത്. അതുപോലെ തന്നെ കിനാലൂർ സമരവുമായി ബന്ധപ്പെട്ട്, ഞാൻ ഈ 2 സമരം പറയുന്നത് ഞാൻ അത് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ്. കിനാലൂർ സമരവുമായി ബന്ധപ്പെട്ട് വലിയ മർദ്ദനം നടന്നു. അതിന് കാരണക്കാരൻ 2011 നമ്മുടെ എളമരം കരീമാണെന്ന് പറയുക. എളമരം കരീം ബേപ്പൂരിൽ മത്സരിച്ചപ്പോൾ എളമരം കരീമിന് സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാം പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് കിനാലൂർ സമരസമിതിയിൽ നിന്ന് സോളിഡാരിറ്റിയെ പുറത്താക്കി. കാരണം അവരുടെ സമരസമിതിയുടെ നിലപാടാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, എല്ലാ കാലത്തും ഇവർ അവരുടെ നിലപാടെടുത്തിട്ടുണ്ട്. ഒരു സ്വതന്ത്ര സംഘടനയാണ് അവർക്ക് കിടക്കാം. ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടിയാണ്. മറ്റേ ജമാഅത്തെ ഇസ്ലാമി രേഖകളിൽ പാർട്ടിയാണോ എന്ന് എനിക്കറിയില്ല. അതായത് അവരൊരു മതസംഘടനയായിട്ടാണ്. അവർ ഇലക്ഷൻ പോലും ബഹിഷ്കരിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും. അത് കഴിഞ്ഞ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. ഒരുപക്ഷെ ഷാഫിക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം അവരുടെ ചരിത്രം. അപ്പോൾ അത് കഴിഞ്ഞ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നു. അവർ നേരിട്ട് സ്ഥാനാർത്ഥിയാവുന്നില്ല, അവർ പിന്തുണയ്ക്കുന്നു. അതിൽ അധിക ഭൂരിപക്ഷവും ഇടതുപക്ഷത്തെയാണ് പിന്താങ്ങിയിട്ടുള്ളത്. അതിൽ 2011 ശേഷമാണ് യഥാർത്ഥത്തിൽ, അതിനുശേഷം വെൽഫെയർ പാർട്ടി വരുന്നു.
വെൽഫെയർ പാർട്ടി വരുന്നതോടുകൂടി പല നമുക്കറിയാം അവിയൽ മുന്നണികൾ ഉണ്ടാക്കുന്നു. ലീഗിനെ തോൽപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും അടക്കം മുന്നണിയെ ഉണ്ടാക്കി പല മണ്ഡലത്തിൽ മത്സരിച്ചതായിട്ട് എനിക്കറിയാം CPM. കാരണം മലപ്പുറം ജില്ലയിൽ ഷാഫിക്ക് എന്നേക്കാൾ അറിയാം ഏത് പഞ്ചായത്തുകളിലാണ് അവർ മത്സരിച്ചത്, അങ്ങനെ സീറ്റ് പിടിച്ചത്, കോപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, അവരൊരു സ്വതന്ത്ര പാർട്ടിയാണ്. അവർക്ക് ആരുടെ കൂടെയും നിൽക്കാം, ആരുടെ പിന്തുണയും ആർക്കും പിന്തുണ കൊടുക്കാതിരിക്കാം. പ്രകാശ് മാഷ് പറഞ്ഞ പോലെ മുന്നണിയായി മത്സരിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്നു കഴിയാം. കാരണം എനിക്കറിയില്ല UDF നേതാക്കൾ ആരെങ്കിലും പോയി ജമാഅത്തെ ഇസ്ലാമിയോടോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോടോ ഞങ്ങൾക്ക് പിന്തുണ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇനി ഏതെങ്കിലും ഒരു പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് RSS വേണ്ടെന്ന് പറയുന്നതിന് ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി പിന്തുണ. ഇപ്പോൾ PDP, INL പ്രകാശ് മാഷ മുന്നണിയിലുണ്ടല്ലോ. INL ഏത് കാരണം കൊണ്ടാണ് ലീഗിൽ നിന്ന് വിട്ടത്? ഏത് കാരണമാണ് അത് ഉണ്ടായത്? ഞാൻ പറഞ്ഞത് ഇപ്പോൾ PDP തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. PDP അവർക്കാ പിന്തുണ പ്രഖ്യാപിച്ചു. PDP ഒരു വർഗീയ പാർട്ടിയാണെന്നും ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ ആർക്കും മാർക്കിടാനും തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ? സ്വതന്ത്രമായി നിലപാടെടുക്കുന്ന ഒരു പാർട്ടി ചെയ്താൽ കോൺഗ്രസ് ലീഗോ അതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെന്ത് വേണ്ടി പറഞ്ഞോട്ടെ. ഇപ്പോൾ നേരത്തെ ചോദിച്ച വളരെ സിമ്പിളായ ചോദ്യം ഉണ്ടല്ലോ, 4 ലക്ഷം വോട്ടിന് ജയിച്ച അല്ലെങ്കിൽ 18,000 വോട്ടിന് ജയിച്ച പാലക്കാട് എത്ര വോട്ടുണ്ടാവും ജമാഅത്തെ ഇസ്ലാമിക്ക്, എത്ര വോട്ടുണ്ടാവും SDPIക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് എന്നുള്ളത് ഏത് ആൾക്കും മനസ്സിലാവും. അവിടെ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് ഒരു കൗൺസിലർ ഉണ്ട് പാലക്കാട് നഗരസഭയിൽ. അത്രയേ ഉള്ളൂ എൻ്റെ അറിവനുസരിച്ച്. അതുണ്ടാവും. ഒരു വാർഡിലൊക്കെ ഒരു കൗൺസിലറൊക്കെ ഉണ്ടാക്കാൻ ഈ പാർട്ടികൾക്കൊക്കെ പറ്റും. എന്നിട്ട് ഇത് പറയുന്നത്, ഇപ്പോൾ പറയുന്നതിന് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അവരുടെ CPMൻ്റെ വോട്ടിൽ കുത്തൊഴുക്കുണ്ടായി. പ്രത്യേകിച്ചും തെക്കൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയും കോട്ടയത്തും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലും അടക്കം കുത്തൊഴുക്കുണ്ടായി അവരുടെ വോട്ട് ബേസിൽ. കായംകുളത്തൊക്കെ 3ാം സ്ഥാനത്തായി. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണോ? UDFലെ KC വേണുഗോപാൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനും 3ാം സ്ഥാനത്ത്, സ്വന്തം MLA ഉള്ള മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായി. CPM എത്ര സ്ഥലത്ത് 3ാം സ്ഥാനത്തായി എന്ന് ആലോചിക്കുക. അതിന് കാരണം അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായ ഷിഫ്റ്റാണ്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു നരേറ്റീവാണ്. അതുകൊണ്ടാണ് ഈ നരേറ്റീവിൽ ഒരിക്കലും പോയി കോൺഗ്രസ് ആരും വീഴരുത്. കാരണം കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഈ നരേറ്റീവ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗിനെ വർഗീയമല്ല എന്നാണ് കുറെ കാലം മുമ്പ് പറഞ്ഞത്. ഇപ്പം മുസ്ലിം ലീഗ് വർഗീയമായി. ഞാൻ പ്രകാശ് മാഷിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാശ് മാഷ്, നമ്മൾ പോയകാല ചരിത്രം ഇപ്പോൾ അന്ന് ഇപ്പോൾ KT ജലീലൊക്കെയാണ് കേട്ടോ ഇവർ ഈ മതരാഷ്ട്രവാദം എന്നുള്ള CPMൻ്റെ ആ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തിയിൽ മുന്നോട്ട് പ്രസംഗിക്കുന്നത്. അതേ KT ജലീൽ ഒരു മതപ്രഭാഷകൻ എന്ന നിലയ്ക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ ഉസ്താദന്മാർ പറയുന്ന, അല്ലെങ്കിൽ തികഞ്ഞ മതവേദികൾ ഉസ്താദന്മാർ പറയുന്ന രീതിയിലുള്ള, ഞാൻ തെറ്റെന്ന് പറയുന്നതല്ല, പ്രസംഗത്തിൻ്റെ തുടക്കമൊക്കെ ഒരു MLA അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. ആ വേദിയിൽ പറയുന്നതും ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തുന്നതും പ്രബോധനം എന്ന് പറഞ്ഞ അവരുടെ വാരികയെ വാനോളം പുകഴ്ത്തുന്നതും KT ജലീലാണ്. 2009 അന്ന് CPMനെ ജമാഅത്ത് പിന്തുണയ്ക്കുന്ന കാലമാണ്. പന്യൻ പോയി ജമാഅത്ത് വേദിയിൽ പ്രസംഗിക്കുന്നതും അന്ന് ജമാഅത്ത് CPMനെ പിന്തുണയ്ക്കുന്ന കാലമാണ്. അവിടെ അപ്പോൾ അത് പഴയ കാലം. ഇവിടെ നോക്കൂ, ചിത്രം നോക്കൂ, ആ ചിത്രം കാണിക്കാവോ? രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച CPM MP അമ്രാറാമാണ് ഒന്നാമത്തെ ആ ചിത്രത്തിൽ കാണിക്കുന്നത്. അതിൻ്റെ വലതുവശത്ത് ഇരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി രാജസ്ഥാൻ അമീർ മുഹമ്മദ് നാസിമുദ്ദീനാണ്. ഈ ചിത്രം 2019 കോയമ്പത്തൂരിൽ നിന്ന് വിജയിച്ച CPM സ്ഥാനാർത്ഥി PR നടരാജനാണ്. കോയമ്പത്തൂരിലെ ജമാഅത്ത് ഓഫീസിൽ ജമാഅത്ത് നേതാക്കൾക്കൊപ്പം PR നടരാജൻ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ്. അമ്രാറാം ഇരിക്കുന്നതും പിന്നെ എന്താണ് സീതാറാം യെച്ചൂരി അനുസ്മരണത്തിൽ അമ്രാറാം പ്രസംഗിക്കുന്ന ചിത്രങ്ങളൊക്കെ. ശ്രീ M പ്രകാശൻ, ഈ ചിത്രങ്ങൾ ഇതൊക്കെ കേരളത്തിന് പുറത്ത് ജമാഅത്തുമായി CPMന് ഒരു പ്രശ്നവുമില്ല എന്ന് തെളിയിക്കാൻ ജമാഅത്ത് ഹാൻഡുകൾ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. ഇത് വ്യാജ ചിത്രമാണ് എന്ന് ശ്രീ M പ്രകാശിന് അഭിപ്രായമുണ്ടോ? അങ്ങനെയെങ്കിൽ കേസ് കൊടുക്കണം. ഇതിൽ ഞങ്ങൾ ഈ ചർച്ച കൊണ്ട് വളരെ പരിഹാസ്യരായി എന്നാണല്ലോ ഇവിടെ ഷാഫി പറഞ്ഞത്. ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം പറഞ്ഞു വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF തേടിയിട്ടുണ്ട്, അവർ കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇന്നിപ്പോൾ എന്താ മുരളീധരൻ പറഞ്ഞ വർത്തമാനം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ? കോൺഗ്രസിനും എനിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാരുമല്ല, മുരളീധരനാണ്. 2016 വട്ടിയൂർക്കാവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2019 മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനാണ്. ഇത് പറഞ്ഞത് ഞങ്ങളാരുമല്ല. പിന്നെ ഷാഫി പറയുമ്പോൾ കളവ് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരിക്കലും ഇവർ പാർലമെൻറ്റിൽ എത്തുമോ, ഇവിടെ അവിടെ വയനാട്ടിൽ കോൺഗ്രസ് പാർലമെൻറ്റിൽ എത്തുമോ, ഞങ്ങളിങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. എന്താ വിജയരാമൻ പറഞ്ഞ കാര്യം? വിജയരാമൻ പറഞ്ഞ പ്രസ്താവന വളരെ പ്രകടമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകം തന്നെ ഇതാണ്: രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത്
കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഉൾപ്പെടുന്ന ചേരിയുടെ പിന്തുണയിലാണ്. അല്ലാതെ 4.5 ലക്ഷം വോട്ട് അവർക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ. മാത്രമല്ല ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കാര്യം വ്യക്തമാക്കി, അങ്ങനെയല്ല സാറേ പറഞ്ഞത്. ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ പ്രകാശ് മാഷേ വിജയരാഘവൻ അങ്ങനെയല്ല പറഞ്ഞത്. വിജയരാഘവൻ പറഞ്ഞ അങ്ങനെയല്ല. പ്രകാശ് മാഷ് വിജയരാഘവൻ പറഞ്ഞ അങ്ങനല്ല കേട്ടോ. എല്ലാവരും കേട്ടോ. ആ പോട്ടെ, ആയിക്കോട്ടെ. നിങ്ങള് അല്ല ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രകാശ് വിജയരാഘവൻ പറഞ്ഞത് എന്താ പറയുക? വിജയരാഘവൻ പറഞ്ഞത് ഈ പറയുന്ന ഇല്ലെങ്കിൽ രാഹുൽ എത്തുമെന്നാ ചോദിച്ചത്. ഈ പറയുന്ന തീവ്ര മുസ്ലിം ന്യൂനപക്ഷ അല്ല മുസ്ലിം വർഗീയ ശക്തികളുടെ വോട്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് എത്തുമോ എന്നാണ് ചോദിക്കുന്നത് വിജയരാഘവൻ. അതിനുശേഷം അത് മണ്ടത്തരമാണ് തെളിഞ്ഞപ്പോൾ അദ്ദേഹം ഉരുളുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെന്ന് ഞാൻ വേണം. ആ പ്രസംഗത്തിന്റെ ഫുൾ ടെക്സ്റ്റ് എന്റെ മുമ്പിലുണ്ട്. നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. അതേ പ്രസംഗം തന്നെ അതേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രസംഗം തന്നെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർലമെന്റിൽ എത്തുന്നതിന് ഇവരുടെ വോട്ടുണ്ട് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ ചോദിച്ചു ഇവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, നമുക്കെല്ലാം അറിയാമല്ലോ. ഇവിടെ മാതൃഭൂമി 2019 മാർച്ച് 15 എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മത്സരിക്കാൻ വരുന്നതിന് തൊട്ടു മുമ്പ് മലപ്പുറത്ത് ലീഗിന്റെയും SDPIയുടെ നേതാക്കൾ രഹസ്യ ചർച്ച നടത്തിയതിന്റെ ചിത്രം മാതൃഭൂമി പ്രസിദ്ധീകരിച്ച് നമ്മളെല്ലാം കേട്ടതല്ലേ. PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും SDPI നേതാക്കന്മാരായിട്ടുള്ള നസറുദ്ദീൻ ഇളവരവും അബ്ദുൾ മജീദ് ഫൈസി നടത്തിയുള്ള ചർച്ച ഫോട്ടോ എല്ലാം മൊത്തത്തിൽ വന്നതല്ലേ. SDPIയുടെ ഓഫീസിൽ പോയിട്ട് രാഹുൽ മാങ്കുട്ടത്തിൽ നടത്തിയിരിക്കുന്ന ചർച്ച ഫോട്ടോ വന്നിരിക്കുന്നില്ലേ പത്രങ്ങളിലെല്ലാം. പിന്നെ ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ള എന്താ നിങ്ങൾക്ക് സംശയമുള്ളത്? അപ്പൊ അതുകൊണ്ട് അതെല്ലാം പകൽ വെളിച്ച പോലെ വ്യക്തമായിട്ടൊരു കാര്യമാണ്. ഞങ്ങൾ കാണിച്ചതിലൊന്നും താങ്കൾ മറുപടി പറഞ്ഞില്ല. ഞാൻ കാണിച്ചതിനൊന്നും താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്റെ കാര്യം എത്ര ഹിന്ദു ശരി അല്ല അങ്ങനൊന്നും പറയല്ലേ. എത്ര ഹിന്ദു, എത്ര മുസ്ലിം, എത്ര ക്രിസ്ത്യൻ എന്ന് നോക്കി തന്നെയാണ് എല്ലാവരും സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്നത്. അല്ല നമ്മൾ ഈ പറയുന്ന പുരോഗമനമൊക്കെ ഒന്നാം കള്ളത്തര പ്രകാശം. അത് വിട്ടേക്കോ. നമുക്ക് അത് വേറെ ചർച്ച ചെയ്യാം. നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞാൻ ഉദാഹരണ സഹിതം CPM അങ്ങനെ പറയുന്നതിൽ കാര്യം ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു തരാം. പോട്ടെ, നമ്മുടെ വിഷയമാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലീഗ് ആവട്ടെ, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ, SDPI ആവട്ടെ, ഇപ്പൊ ഏത് വിഷയം വരുമ്പോഴും അത് മുസ്ലിം എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം? ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. ഞങ്ങളെങ്ങനെ പരിശോധിക്കുന്നത്? ഇത് മുസ്ലിം എങ്ങനെ ബാധിക്കും, ക്രിസ്ത്യാനി എങ്ങനെ ബാധിക്കും? അങ്ങനെ കേരളത്തിലൊരു ചരിത്രമില്ല. ഇപ്പൊ ഓരോ കമ്മിറ്റിയിലും അതിൽ 2 മുസ്ലിം ഉണ്ടല്ലോ, 3 ക്രിസ്ത്യാനി ഉണ്ടല്ലോ. അങ്ങനെ പറയേണ്ട കാര്യം എന്താ? അല്ല, എന്തുകൊണ്ടാണ് പറയുന്നത്? അവർ മനുഷ്യന്മാരല്ലേ. ഇവർ ജമാഅത്തെ ഇസ്ലാമി, ഇസ്ലാം ബ്രദർഹുഡ്, ഏതോ ഈജിപ്തിലെ ബ്രദർഹുഡുമായി ബന്ധമുള്ള ആഗോള ഭീകരവാദ സംഘടനയാണെന്ന് പറയുന്ന അതേ ജമാഅത്തെ ഇസ്ലാം ആൾക്കാരെ ഉൾപ്പെടുത്തിയ കാര്യം പറയുന്നത്. പ്രകാശ് മാഷ് പറയേണ്ട എന്താണ്? പ്രകാശ് പറയേണ്ട ഷാഫി പറയുന്നത് കള്ളമാണ്, അങ്ങ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതാണല്ലോ സത്യം. അതുകൊണ്ടല്ലേ പ്രകാശന്മാർക്ക് നിങ്ങൾ എന്നെ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? ഉൾപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാമി എന്ന പേരിൽ ഒരാളെയും ഒരു കമ്മിറ്റിയിലും ഔദ്യോഗികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രകാശം മാഷെ, ഇതിലെ പ്രശ്നം എന്താ അറിയോ? എന്റെ ആദ്യ ചോദ്യമാണ്, എന്റെ ആദ്യ ചോദ്യം പ്രസക്തം. പ്രകാശം മാഷെ എന്റെ വായിൽ കയറി സംസാരിക്കണ്ട. നിങ്ങൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ 100% തെറ്റായിരിക്കും. ഇത് കേൾക്കുന്ന നിങ്ങളല്ലോ, പബ്ലിക്കല്ലേ കേൾക്കുന്നത്. പിന്നെ സച്ചാർ കമ്മിറ്റി ഞാൻ ചോദിക്കട്ടെ, ചർച്ചയിൽ പറയുന്നത് ഞാനല്ലേ തീരുമാനിക്കുക? നിങ്ങളാണ് തീരുമാനിക്കുക. ഞാൻ എന്ത് പറയണത്? പാർട്ടിക്ക് വേണ്ടി എന്ത് പറയാൻ ഞാൻ തീരുമാനിക്കും. അത് എന്നോട് കൽപ്പിക്കാൻ നിങ്ങളാരുമല്ല. നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് വർത്തമാനം പറയുന്നത് നന്നായിട്ട് അറിയുന്ന ജനങ്ങൾക്കറിയില്ലേ? രാഷ്ട്രീയത്തിന് വിവരം കൊണ്ടല്ലേ നിങ്ങളല്ലേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? എനിക്കതറിയാം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ പിന്നെ സംവരണമുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ കേരളം? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ തീരുമാനിച്ചത്? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഈ പറയുന്ന പിന്നെ ആനുകൂല്യം കിട്ടണമോ എന്ന് പരിശോധിക്കാനാണോ? അല്ലല്ലോ. കേരളത്തിലെ പ്രത്യേക പരിസ്ഥിതിയിൽ ഈ പറയുന്ന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം നടപ്പിലാക്കണം അതിനല്ലേ പാലോളി ചെയർമാനായിട്ട് സച്ചാർ കമ്മിറ്റിയുടെ അനുബന്ധ കമ്മിറ്റി ഇവിടെ വന്നത്. അതിന് പറയുന്നു ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശം ലംഘിക്കാൻ തീരുമാനിച്ചു. കളവ് പറയുന്നതിന് അതിരുവണം. മാന്യമായിട്ട് ഭയമില്ല. ഈ പറയുന്ന കമ്മിറ്റികളിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുത്തിയ കാര്യം ഷാഫി പറയുകയാണ്. താങ്കൾ പറഞ്ഞ 100% തെറ്റ് പറഞ്ഞു. ഓക്കെ, അത് പോട്ടെ.
ഒരൊറ്റയുണ്ട് എം പ്രകാശ് മാഷ, നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പന്ന്യൻ രവി, നിങ്ങൾ ഇപ്പോൾ ആഗോള ഭീകരവാദി പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോയി എന്താണ് പന്ന്യൻ സംസാരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ആ യാത്രയിലൊപ്പം ഇടതും വലതും നിന്ന കെ ടി ജലീൽ പോയി പ്രബോധനത്തെ ജമാഅത്തെ ഇസ്ലാമിയും അങ്ങേയറ്റം വാഴ്ത്തിപ്പാടുന്നത്, ഇതൊക്കെ ഇവിടെ കിടക്കല്ലേ? അല്ലെങ്കിൽ ആര്യാടൻ കോടിയേരിയുടെ നിയമസഭാ രേഖ, മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ടിനെ വാഴ്ത്തുന്നത്, ഈ പറയുന്ന ദേശാഭിമാനിയിൽ വന്ന മുഖപ്രസംഗം, ഇതൊക്കെ ഇവിടെ കിടക്കല്ലേ മാഷേ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾ ഇപ്പോൾ പറയുന്ന നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ ഞങ്ങളുടെ പൂർവ്വകാലത്തെ ഞങ്ങളുടെ ജമാഅത്ത് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതിൽ ബോധോദയം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറ. അപ്പൊ ക്ലാരിറ്റി ആയല്ലോ. നിങ്ങൾ 2 മിനിറ്റ് മിണ്ടാതിരിക്കോ? അല്ല നിങ്ങൾ 2 മിനിറ്റ് മിണ്ടാതിരിക്കോ? നിങ്ങൾ എന്ത് മറ്റെല്ലാവരും സംസാരിക്കും, നിങ്ങൾക്ക് ഒരു വർത്തമാനമില്ലല്ലോ. നിങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാൻ ഞാൻ ഇരിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് വർത്തമാനമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കെ ടി ജലീൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണോ? അല്ലല്ലോ, ഞങ്ങളുടെ സ്വതന്ത്രല്ലേ അദ്ദേഹം. നിങ്ങൾ CPM-ന്റെ ആൾക്ക് പറയുന്നതിന് പകരം എന്തിനാ ജലീൽ നിങ്ങൾ പിന്നെ കൂട്ടുപിടിക്കുന്നേ? CPM-ന്റെ ആളുകൾ പറയാനില്ലാത്തതുകൊണ്ടല്ലേ? CPM-ന് നേതാക്കന്മാരില്ലാതെ പോയോ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യം എന്തേ ഉള്ളൂ? ഇവിടെ കോൺഗ്രസിനെ പോലെ തന്നെ ഈ പറയുന്ന വർഗീയവാദികളുടെ പിന്തുണ CPM വാങ്ങിയിട്ടുണ്ട് എന്ന കള്ള പ്രസ്താവന ഞാൻ CPM-ന്റെ ഒരാളെ ശബ്ദം കേൾപ്പിച്ചോട്ടെ. ഒരേ ഒരു മിനിറ്റ്, ഞാൻ CPM-ന്റെ ഒരാളുടെ ശബ്ദം കേൾപ്പിച്ചോട്ടെ. ഒന്ന് പറയാമോ? അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDP-യെ പോലുള്ള ചിലർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അത്തരം ആളുകളെ വല്ലാതെ പ്രലോഭനങ്ങളിൽ കൊടുക്കാനുള്ള ശ്രമം UDF നടത്തിയിരുന്നു. പക്ഷേ ഒരു ശ്രമത്തിലും അത്തരം കൂട്ടർ വീണില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. CPM-ലെ ഒരാളാണ് എം പ്രകാശൻ, പേര് പിണറായി വിജയൻ എന്നാണ്. വോട്ട് വാങ്ങിയതിനെ കുറിച്ച് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാം PDP ഞങ്ങൾക്ക് വോട്ട് തന്നു, താങ്ക് യു. ഒന്ന് കേൾക്കൂ. അവരെ പ്രലോഭിപ്പിക്കാൻ പലതും നോക്കി കോൺഗ്രസ്, അതിൽ വീണില്ല. അതിന് അവരോട് നന്ദിയുണ്ടെന്ന് പറയുന്നത് ആരാണ്? പിണറായി വിജയനാ? CPM-കാരനല്ലേ? അല്ല, അതെ, പറയേണ്ടതാണ്. എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഞാനിതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോ SDP-യോ ആയിട്ട് ഒരു സന്ദർഭത്തിലും ധാരണയോ കൂട്ടുകെട്ടോ മുന്നണിയോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനിക്കുന്ന സമയത്ത് അത് കിട്ടാതിരിക്കാൻ UDF ഇടപെട്ടാൽ അത് പറയണ്ടേ? ആ പറയുന്നത് തെറ്റ്. പിണറായിക്ക് പറയാൻ ഉത്തരവാദിത്തമില്ലേ? അതുകൊണ്ട് ഒരു മുന്നണിയായിട്ടാണ് അതാ ഞാൻ പറഞ്ഞത്. എന്റെ മാഷ UDF എന്ന് പറയുന്ന ഈ പറഞ്ഞ മുന്നണിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നിട്ടില്ല, അവർ വെൽഫെയർ പാർട്ടി വന്നിട്ടില്ല, SDP വന്നിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ സംഭവിച്ച അവർക്ക് വോട്ട് ചെയ്യാൻ പിന്തുണ പ്രഖ്യാപിച്ച് വോട്ട് കൊടുത്തു. അതേ ഉണ്ടായിട്ടുള്ളൂ. അന്നുണ്ടായത് അതേ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ഉണ്ടായത് നിലപാട് മാറ്റം CPM നിലപാട് മാറ്റമാണ്. അന്നത് ആഗോള വീക്ഷണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇതേ പിണറായി വിജയനാട്ടോ. ആഗോള വീക്ഷണ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ്. അന്ന് പറഞ്ഞ CPM ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കൊടിയ ഭീകരവാദികളുടെ പ്രസ്ഥാനമായി മാറി. അവർ മതരാഷ്ട്രം ഉണ്ടാക്കും. മതരാഷ്ട്രം ഉണ്ടാക്കിയാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ വേട്ടയാടുമെന്ന് P. മോഹന് ബോധോദയം ഉണ്ടോന്ന് ഇപ്പോഴാ? അല്ല, പിണറായി വിജയൻ അന്ന് വാനോളം പുകഴ്ത്തുമ്പോൾ P. മോഹന് ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. പ്രകാശ് മാഷ, എൻ്റെ ഫസ്റ്റ് ചോദ്യം പ്രധാനം. പോയ കാലത്ത് ജമാഅത്തെ ഇസ്ലാം ബന്ധപ്പെട്ട് CPM നിലപാട് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. പക്കയാപ്പോ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ വർത്തമാനം പറയാതെ കേൾക്കണം. നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. CPM-ന്റെ ആളുകളെ എങ്ങനെയെങ്കിലും ശരിപ്പെടുത്താൻ കിട്ടുന്ന ഒരു സന്ദർഭത്തെയും പാഴാക്കാത്ത ആളാണ് നിങ്ങൾ എന്നുള്ളത് മലയാളിക്ക് അറിയാത്ത കാര്യമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് കോൺഗ്രസിനെ പോലെ തന്നെയാണ് CPM എന്ന് സ്ഥാപിക്കലാണ്. നിങ്ങൾക്കതിന് കഴിയില്ല. ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്കല്ലേ നേരിട്ട് അനുഭവങ്ങളാണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസക്കാലം മുമ്പ് ഇവരെല്ലാം ഒന്ന് ചേർന്നാണ് വോട്ടർമാരെ കണ്ടത്. നിങ്ങൾ വോട്ടർമാരെ കാണാനുണ്ടായിരുന്നില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി, SDP-ഐ, ലീഗ്, ഇവർ 3 പേരും മുസ്ലിം വീടുകൾക്കാരന് ഞങ്ങൾ ഒന്നിച്ച് കണ്ടതാണ്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതാണ്. അത് ഇന്നലെ വരെ ഉണ്ടായിട്ടൊരു കാര്യമല്ല. മാഷെ, പോയ കാലത്ത് നിങ്ങൾ സ്വീകരിച്ച വോട്ടും ആ വോട്ടിന് നിങ്ങൾ പറഞ്ഞ നന്ദിയും ആ വോട്ടിന് നിങ്ങൾ പറഞ്ഞ വാഴ്ത്തിപ്പാടലുകളും ചരിത്രത്തിലെ CPM-ന് പറ്റിയ തെറ്റാണ് എന്ന് പറയാതെ മുന്നോട്ട് പോയാൽ താങ്കൾ എന്ത് പറഞ്ഞാലും ഈ കൺഫ്യൂഷൻ പരിഹാരമാവോ? താങ്കൾക്ക് തന്നെ അറിയില്ലേ? അത് പറയാൻ എന്തുകൊണ്ട് മടി? ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ പിന്തുണച്ചു, ശരി, അന്ന് ഞങ്ങൾ വോട്ട് വാങ്ങി, അതും ശരി. പക്ഷെ ഞങ്ങൾ അവരെ അതിന് നന്ദി പറഞ്ഞു, അത് തെറ്റിപ്പോയി. ഞങ്ങൾ ദേശാഭിമാനി ഒരു മുഖപ്രസംഗം കഴിഞ്ഞു, അത് തെറ്റിപ്പോയി. ഞങ്ങളുടെ നേതാവ് പിണറായി വിജയൻ അവരെ ഒന്ന് ശ്ലാഘിച്ചു, അത് തെറ്റിപ്പോയി. ചരിത്രത്തിൽ ഞങ്ങൾക്ക് വലിയ തെറ്റുകളാണത് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ജമാഅത്ത് വിമർശനം തുടരാം, അവരുടെ ഹുക്കുമത്തെ ഇലാഹി സ്ഥാപനം തുടരാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല. ഞങ്ങളുടെ നിലപാട് ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും ഒരു മത തീവ്രവാദ പ്രസ്ഥാനമാണ്, ഇസ്ലാം മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്.
ഒരു സന്ദർഭത്തിലും അവരോട് പിന്തുണ അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ശരി, ശരി. എന്നാ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ശരി, അത് ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറയുന്ന കൂടെ കേൾക്കുന്നത് നിങ്ങൾ ചോദിക്കല്ലെന്ന്. നിങ്ങളെന്തിനാ ചോദിക്കുന്നേ? ഞാൻ മറുപടി പറയുന്നുണ്ടല്ലോ. നിങ്ങളെന്തിനാ ഇടക്കിടക്ക് ചോദിക്കുന്നേ? അവരുടെ പിന്തുണയോ അല്ലെങ്കിൽ അവരുമായിട്ട് മുന്നണിയോ ധാരണയോ കൂട്ടുകെട്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ പലതവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് വേണ്ടതില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് വസ്തുതയാണെന്ന്. അത് നിങ്ങൾ ഒരുപാട് വ്യാഖ്യാനമാണോ? എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ട് അതല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDP യും ലീഗും ചേർന്ന് അത് വേറെ കാര്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പറയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, നിങ്ങൾ വേണ്ടെന്ന് പറയോ? അല്ല പ്രകാശ് മാഷ് ഒറ്റ മിനിറ്റ്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അടുത്ത ഇലക്ഷൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാന്ന് പറയാണ്, നിങ്ങൾ വേണ്ടെന്ന് പറയോ? പറയില്ലെന്ന് ഇല്ല, പറയില്ലെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നു, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. വോട്ട് വേണ്ട പറയാൻ പോകുന്നില്ല. തീവ്രവാദികളുടെ വോട്ട് വേണോ? അപ്പൊ ആഗോള ഭീകരവാദികളുടെ വോട്ട് നിങ്ങൾക്ക് വേണോ? അത് വേറെ ചോദ്യമാണ്. ആഗോള ഭീകരവാദി ചോദിക്കേണ്ടത്. ആഗോള ഭീകരവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വോട്ട് വേണ്ടെന്ന് പറയുന്നത് പറഞ്ഞാൽ ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ 3 തവണ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ മത്സരിച്ച എല്ലാ സമയത്തും എല്ലാ പാർട്ടിക്കാരോടും ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊരു അന്യായമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുക? അതിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടാവും, BJP-ക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടായിട്ടുണ്ടാവും. എന്റെ ഭാഷ അത് തന്നെയാണല്ലോ, അത് തന്നെയല്ലേ കോൺഗ്രസ് ചോദിക്കുന്നത്. അവിടെ ജമാഅത്ത് ഇസ്ലാമി SDP രാഹുൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യത്യാസമാണ് രാഹുൽ മാക്കൂട്ടും അയാൾ ആഫീസ് പോയതും ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വീട്ടിൽ പോയതും ഒരുപോലെയാണോ? ഞാൻ എല്ലാ വീട്ടിലും കയറുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വീട് ഒഴിച്ചു വെച്ചിട്ടില്ല, ആ വീട്ടിൽ കയറിയിട്ടുണ്ട്. അതുപോലെയാണ് SDP-ക്കാരൻ ആഫീസ് പോയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്, ജമാഅത്ത് ഇസ്ലാമിന്റെ ആഫീസ് പോയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ ലീഗ് നേതാക്കന്മാരും ചർച്ച ചെയ്യുന്നത് അതുപോലെയാണ്. ഞാൻ സ്നേഹത്തോടെ പറയാം, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ആളല്ല, നിങ്ങൾ വലിയ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ പിന്നെ നമ്മുടെ ചുരുങ്ങിയ അറിവിൽ പറയുന്നത്, നിങ്ങൾ പോയ കാലത്ത് വാങ്ങിയ വോട്ടുകളും അതിന് നടത്തിയ നന്ദി പ്രകടനങ്ങളും ചരിത്രത്തിലെ ഞങ്ങളുടെ തെറ്റാണ് എന്ന് പറയാതെ ഇപ്പോൾ പറയുന്ന വാദത്തിന് ക്ലാരിറ്റി ഉണ്ടാവില്ല മാഷെ. അത് എത്രനായിരിക്കാൻ നോക്കിയാലും. ജമീൻ നാസിഫ് 2016 കാര്യമാണ് ആരാണ് പറയുന്നത്? 2016 കാര്യമാണ് K. മുരളീധരൻ പറഞ്ഞത്. അതേ തെരഞ്ഞെടുപ്പിലെ തന്നെ വളരെ ബേസിക്കായി ഒരു ഹോംവർക്ക് നടത്തിയാൽ കിട്ടുമല്ലോ. കോഴിക്കോട് കുന്നമംഗലത്ത് ജമാഅത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണ ആർക്കായിരുന്നു? അത് LDF-നായിരുന്നു. ഇനി തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്ത് ആർക്കായിരുന്നു? അത് LDF-നായിരുന്നു. ഇനി തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് ആരായിരുന്നു? അത് LDF-നായിരുന്നു. ഇനി തിരുവനന്തപുരത്ത് നേമത്ത് V. ശിവൻകുട്ടിക്ക് ആരാ പിന്തുണച്ചത്? അത് LDF, അത് ജമാഅത്തും വെൽഫെയറും LDF-നാണ്. അവരുടെ മാനദണ്ഡം എന്താണ്? BJP തോപ്പിക്കാൻ ഓരോ മണ്ഡലങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണം. ഈ കണക്ക് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളെന്ന് പറഞ്ഞു കേട്ടോ. അത് വളരെ ബേസിക്കായി എടുക്കാവുന്ന കാര്യമുള്ളൂ. ശ്രീ അമീൻ ഹസൻ ഇവിടെ വിജയരാഘവനോ അല്ലെങ്കിൽ P. മോഹനമാഷോ കൊടിയ വർഗീയവാദികളൊന്നുമല്ല. ഇവരൊന്നും മുസ്ലിം വിരുദ്ധരുമല്ല. ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പരമാവധിയിലടിക്കുകയാണ്. ആ പരമാവധിയിലടിക്കുമ്പോൾ ആ നറേറ്റീവിനെ ഏത് രീതിയിൽ നേരിടണം എന്നല്ലേ എതിർപക്ഷത്തിന് രാഷ്ട്രീയ പാർട്ടി ആലോചിക്കേണ്ടത്. ആ ആലോചനയോട് ഉണ്ടാവുന്നുണ്ടോ അമീൻ ഹസൻ? അശ്മി, ഞാൻ പ്രകാശ് മാസ്റ്ററുടെ തമാശകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം CPM-ന് വേണ്ടി ഇത്തരം തമാശകളൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം മത്സരിച്ച സന്ദർഭത്തിലൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി. ഞാൻ അതിൻ്റെ കൂടുതൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നില്ല. ഏതായാലും അശ്മി, ഇതിലൊരു തമാശ നിങ്ങളൊന്ന് ആലോചിച്ചു. തമാശയില്ല, ഇത് ശരിക്കും വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഇതെന്താണ് ഈ പറയുന്നത്? 2016 ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ആർക്കൊക്കെ വോട്ട് കൊടുത്തു. ശരി, K. മുരളീധരന് BJP-യെ പരാജയപ്പെടുത്താൻ വോട്ട് കൊടുത്തു. ഞാൻ ഇന്നിപ്പോൾ ഒരു വെൽഫെയർ പാർട്ടിയുടെ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ 2016 വേറെ ആർക്കൊക്കെ വോട്ട് കൊടുത്തിട്ടുണ്ട്? അപ്പോൾ അവർക്ക് 3 ലിസ്റ്റ് ഉണ്ട്. ഒരെണ്ണം ഈ വെൽഫെയർ പാർട്ടിയും BSP-യും ചേർന്ന് സഖ്യമായി 41 സീറ്റുകളിൽ മത്സരിച്ചത്രേ. അത് കഴിഞ്ഞ് ഒരു 15ഓളം സീറ്റുകളിൽ കേരളത്തിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തൊട്ടടുത്ത വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അതിൽപ്പെട്ടതാണ് ഈ K. മുരളീധരൻ. പിന്നെ അവരെന്ത് ചെയ്യണമായിരുന്നു? വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോട്ടെ SDP-യൊക്കെ എന്ത് ചെയ്യണമായിരുന്നു അശ്മി? അവർ വേറെ മത്സരിക്കണമായിരുന്നോ? അതോ തോൽക്കുന്ന ഉറപ്പുള്ള പേരിന് വേണ്ടി മത്സരിക്കുന്ന CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമായിരുന്നു? അശ്മി വായിച്ച ആ ലിസ്റ്റിൽ ധർമ്മടത്ത് ആർക്കാ ജമാഅത്തെ ഇസ്ലാമി 2016 വോട്ട് ചെയ്തത്? സാക്ഷാൽ പിണറായി വിജയനാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടാണോ? ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, താങ്കൾക്കാണ് ഞങ്ങളുടെ പിന്തുണ. ഇപ്പം പ്രകാശൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നതാണ്. ഹാഷ്മി, അപ്പം പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താ?
2016 വളരെ പരസ്യമായി കിട്ടിയ ഒരു വോട്ടിൻ്റെ കാര്യം, ഒരു മുസ്ലിം സംഘടന നൽകിയ വോട്ടിൻ്റെ കാര്യം 2024 ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചർച്ചയാവുക, ഇനി നാളെയും മറ്റന്നാളുമായി ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാക്കുക. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ താല്പര്യം? നരേന്ദ്രമോദി 2024 നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്നു, പാകിസ്ഥാൻ ജിഹാദ് നടത്തുന്നു, ഇവിടെ കോൺഗ്രസും മറ്റുള്ളവരും ചേർന്ന് വോട്ട് ജിഹാദ് നടത്തുന്നു, വോട്ട് ജിഹാദ് നടത്തുന്നവർ വിജയിക്കണമോ, രാമരാജ്യം ആഗ്രഹിക്കുന്നവർ വിജയിക്കണമോ എന്ന വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇതേ അജണ്ടയല്ലാതെ മറ്റെന്താണ് എ വിജയരാഘവൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണയോടുകൂടിയാണ് വിജയിച്ചത് എന്ന് കേരളത്തിൽ, മലയാളത്തിലാണെങ്കിലും CPIM-ന്റെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രസ്താവന നടത്തുമ്പോൾ അത് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നറിയാതെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാത്രം എ വിജയരാഘവൻ നടത്തുന്ന ഒരു പ്രസ്താവനയാണത് എന്ന് നമ്മൾ വിശ്വസിക്കണമോ ഹാഷ്മി? ഇവരാരുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചാരണം നടത്തുന്നത്? ഇപ്പോൾ ഹാഷ്മിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും അപഹാസ്യമാകുന്ന പ്രഹസനമായ ഒരു മറുപടിയും പരിഹാസ്യമായ നിലപാടുകളുമായിട്ട് പ്രകാശൻ മാസ്റ്റർ ഇവിടെ ഇങ്ങനെ താങ്കൾക്ക് ഇരുന്ന് തരുന്നുണ്ടല്ലോ. അവർക്കറിയാം ഞങ്ങൾ എത്ര പരിഹാസ്യരായാലും ഈ പ്രചരണത്തിലൂടെ, ഈ ഇസ്ലാമോഫോബിയയുടെ പ്രചരണത്തിലൂടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പോളറൈസേഷൻ്റെ താൽക്കാലിക ഗുണമെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ ചില മണ്ഡലങ്ങളിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട്, അവിടെ കോൺഗ്രസ് തോൽക്കുക കൂടിയാണെങ്കിൽ തുടർ ഭരണം ഉറപ്പാക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ പോളറൈസേഷനിലൂടെ ഞങ്ങൾക്ക് ഈഴവ വോട്ടുകൾ, നായർ വോട്ടുകൾ, BJP-യിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തെ പോളറൈസ് ചെയ്തുകൊണ്ട് BJP-യും CPM-ഉം ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധമായ പോളറൈസേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് UDF-ൽ നിന്ന്, ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും കുറച്ച് വോട്ട് നേടിയെടുക്കാം എന്ന രാഷ്ട്രീയ പദ്ധതി, ഇത്രയും വിഷലിപ്തമായ ഒരു രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ചില ഗൗരവമായ ബാധ്യതകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ചർച്ചകളെല്ലാം 2016 വളരെ പരസ്യമായ ഒരു സംഘടന BJP-യെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ ഒരു മതേതര കക്ഷിക്ക് വോട്ട് നൽകി, ഒരു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി എന്നതിനെ 2024 ചർച്ചയാക്കുന്നതിൻ്റെ മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയ ഹാഷ്മിയെ ഞാൻ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ നിലക്ക് നിങ്ങൾ ഇത് ഗൗരവമായി കാണണം. ഈ CPM-ന്റെ ഇത്തരം അജണ്ടകളിൽ കേരളത്തിലെ മൂലധന താല്പര്യമാണ്. ഇല്ല, ഇന്ന് ചർച്ച കാരണം എന്താണ്? അത് മുരളീധരൻ പറയേണ്ട കാര്യം എന്താണ്? 2016 ജമാഅത്തിന്റെ വോട്ട് കിട്ടിയാൽ ഇന്ന് മുരളീധരൻ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ജമാഅത്തെ കുഴി പോയി വീഴല്ലേ? മാധ്യമങ്ങൾ മാത്രമാണ്. ഞാൻ എത്താം അമീനാസ്, ഞാൻ എത്താമേ. ഷാഫിച്ചാലും അങ്ങനെ അമീനാസൻ പറഞ്ഞ മട്ടിൽ കുറച്ചുകൂടി ആഴത്തിൽ ഗൗരവത്തിൽ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ. ഞാൻ ന്യൂസ് റൂമിലെ ഇസ്ലാമോഫോബിയെ കുറിച്ച് ഒരൊറ്റ കാര്യം ഇത് താങ്കളോടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഞാൻ താങ്കളുടെ 24-ന്റെ ഒരു കാർഡ് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ബോധപൂർവമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്താണ് ഹാഷ്മി ഇത്? ഈ പച്ച നിറം, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പച്ച നിറം കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ, എന്തായാലും പ്രശ്നം? അതിൽ വേറെ എന്തായാലും റൂമിലെ ഇസ്ലാമോഫോബിയ എന്നതാണ് ഈ പച്ച. ഒന്നും ഉണ്ടാവില്ല. അതെ അതെ, ഒന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനെ ഒരു കൊടിയുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനെ ഒരു കൊടിയുണ്ടോ? ഉണ്ടോ? ഇല്ലാത്ത കൊടി അവരുടെ പേരിൽ ചാർത്തി കൊടുക്കാവോ? പച്ച നിറത്തിൽ എനിക്കറിയാവുന്ന ജമാഅത്തെ ഇസ്ലാമി, ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത്, എന്താ നിങ്ങള് സാധാരണ എങ്ങനെയാണോ പോസ്റ്റർ അടിക്കുക? ഒരു സംഘടനയുടെ അവർക്ക് ഇല്ലാത്ത കൊടി അവർക്ക് ചാർത്തി കൊടുക്കും. കൊടിയെപ്പറ്റി നോക്കാം. പക്ഷേ ഈ പച്ച നിറത്തിന്റെ പ്രശ്നം എന്താണ്? മുസ്ലിം വിരുദ്ധമായ ഈ പച്ച നിറത്തിന്റെ പ്രശ്നം എന്താണ് താങ്കൾക്ക്? താങ്കൾക്ക് പച്ച നിറത്തിന്റെ പ്രശ്നം എന്താണ്? പച്ചക്കൊടിയുടെ പ്രസക്തി എന്താ? പച്ചക്കൊടി എന്താ പ്രശ്നം? പച്ചക്കൊടി എന്താണ് അമീന്റെ പ്രശ്നം എന്താണ്? പച്ചക്കൊടി അമീൻ കാണുന്ന പ്രശ്നം എന്താണ്? ബന്ധപ്പെട്ട ചർച്ചയിൽ പച്ചക്കൊടിയുടെ പ്രസക്തി എന്താ? എന്താ അമിത്ഷാ പറഞ്ഞതല്ലാതെ പച്ചക്കൊടി പ്രശ്നം എന്താണ്? ഇല്ല അമീനെ അല്ല, ശരി, അമിത്ഷാ പറഞ്ഞ പച്ചക്കൊടി പ്രശ്നം അല്ലാതെ ഈ പച്ചക്കൊടിക്ക് എന്താണ് അമീൻ കണ്ട പ്രശ്നം എന്താണ്? അത് മടക്കി വെച്ചേക്കൂ. അമിത്ഷാ പച്ചക്കൊടിയെ പറ്റി പറഞ്ഞു അവിടെ. ആ പച്ചക്കൊടി പ്രശ്നമല്ലാതെ അമീൻ കാണുന്ന ഈ കാർഡിലെ പച്ചയുടെ പ്രശ്നം എന്താണ്? അമീൻ കാണുന്ന ഈ കാർഡിലെ പച്ചയുടെ പ്രശ്നം എന്താണ്? ഷാഫി ചാലിയം ഇവിടെ
അല്ല പോട്ടെ, നമുക്ക് അമീന്റെ പച്ച പ്രശ്നം പിന്നെ ചോദിക്കാം. ഞാൻ പറയട്ടെ. അമീന ആ പച്ചയിൽ പ്രശ്നം കാണുന്നത് വേറെ പ്രശ്നമുണ്ടോ കേട്ടോ അമീനെ, അത് കൈവച്ചാൽ മതി. ശ്രീ ഷാഫി ചാലിയം ഇവിടെ പറയാം. അല്ല, ഞാൻ അമീനോട് ചോദിച്ചു അതേ ചോദ്യം തന്നെയാണ്. ഈ പറഞ്ഞ 2016 തന്നെ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് കിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ പത്രപ്രസാദം എടുത്താൽ പോരെ? അതെടുത്ത് വെച്ച് ആ ഡേറ്റ എന്താ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടല്ലേ അതിനെ തിരുത്തേണ്ടത്, അതല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത് UDF-ൽ. അല്ല, ഞാനൊന്ന് പറയാം. ഇവിടെ മിസ്റ്റർ അമീൻ പറഞ്ഞതിൽ ഒരു പെശകുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത്. അങ്ങനെയല്ല CPM പറഞ്ഞത്. മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഡൽഹിയിൽ എത്തൂലെന്നാ, പാർലമെന്റിൽ എത്തൂലെന്നാ. അതുകൊണ്ട് ഇനി അങ്ങനെ പറയരുത് നിങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ പ്രകാശ് മാഷ് ഒരു കാര്യം പറയണ്ടായി, ഞാൻ പറഞ്ഞതിന് മറുപടി എന്നോണം. കേരളത്തിൽ മുസ്ലിങ്ങൾ മറ്റു സ്റ്റേറ്റിലെ പോലെയല്ല, ഇവിടെ സംവരണമുണ്ട്. അങ്ങനെ സംവരണം ഉണ്ടാകുമ്പം ഈ സച്ചാറിൻ്റെ ആനുകൂല്യം കൊടുക്കണോ വേണ്ടെന്ന് ആലോചിക്കേണ്ടി വരും. ഇതന്നെയാണ് ഇവരുടെ മനസ്സിലെ വിഷം. അതെന്താ സംവരണമല്ല വരുന്നത്, സച്ചാർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ദരിദ്രരായ മുസ്ലിങ്ങൾക്കുള്ള വിദ്യാഭ്യാസ സഹായമാണ്. സംവരണം ഉണ്ട് വിചാരിച്ചിട്ട് ദരിദ്രർക്കുള്ള വിദ്യാഭ്യാസ സഹായം കൊടുക്കണോ വേണ്ടെന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് 100 വട്ടം ആലോചിക്കണോ? നിങ്ങൾ ആ ഭിന്നശേഷി സംവരണം പ്രഖ്യാപിക്കുന്നു, എന്നിട്ടോ മുസ്ലിം കോട്ടയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു. മുന്നോക്ക സംവരണം മോഡി പ്രഖ്യാപിക്കുന്നു. BJPയുടെ സ്റ്റേറ്റ് നടപ്പാക്കും മുമ്പ് പിണറായി വിജയൻ ധൃതിപ്പെട്ട് നടപ്പാക്കുന്നു, എന്നിട്ടോ എവിടുന്ന് എടുത്ത് കൊടുക്കണം? മുസ്ലിം കോട്ടയിൽ നിന്ന് എടുത്തു കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഈ ഈഴവ വോട്ട് അല്ലെങ്കിൽ മറ്റുള്ള വോട്ടൊക്കെ നഷ്ടമായത് തിരിച്ചു കൊണ്ടുവരാൻ, അതാണ് നിങ്ങൾ അജണ്ട. അത് തിരിച്ചു വരില്ല. അത് BJP പോയിട്ട് BJP അത് കോൺഗ്രസിലേക്കാണ് പോവുക. അതാ പാലക്കാട് കണ്ടത്. അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, മനസ്സിലായോ? അതേപോലെ തന്നെ എന്താ അതുകൊണ്ട് സംഭവിക്കുക? ഇനി അവശേഷിക്കുന്ന കുറച്ച് ഉടുപ്പില്ലാത്ത മാപ്പിളാരങ്ങളെ പാർട്ടിയിലുണ്ട്, അതും കൂടി കൊഴിഞ്ഞു പോകും. അതവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഇവിടെ ഇപ്പം എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ മത്സരിച്ച സമയത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് ചെയ്യാതാണ്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളൂ. ഒരുമിച്ച് ഏതെങ്കിലും സ്റ്റേജിൽ പോയിട്ടുണ്ടോ? എവിടെ പോയിട്ടുണ്ടോ? പിന്നെ 2019 ഹോട്ടൽ മുറി ഞങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും SDP-കാരെയും RSSകാരെയും നിങ്ങളടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും ഹോട്ടലിൽ നിന്നും ചായപ്പീടിയിൽ നിന്നും ബാർബർ ഷാപ്പിൽ നിന്നും കല്യാണ വീടിൽ നിന്നും ഒക്കെ കാണും. അതിനെന്താ അത്ര വലിയ കുഴപ്പം? അവരൊക്കെ ഈ രാജ്യത്ത് നികുതി കൊടുക്കുന്ന മനുഷ്യന്മാരല്ലേ? എന്താ അത്ര വലിയ അറപ്പ് പുറപ്പും? ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അണ്ടിപ്പരിപ്പും ചായയും കൊടുത്ത് ജമാഅത്ത് നേതാക്കളെ സ്വീകരിച്ചത് പിണറായി വിജയനാണ്. അത് മനസ്സിലാക്കണം. അപ്പം അതൊക്കെ അതിലൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇല്ലേ? എന്തെങ്കിലും നിലക്ക് ഒരു ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ ഇപ്പം സത്യത്തിൽ ഈ ചർച്ചയിൽ ഞങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. പ്രകാശ് മാഷക്ക് മുഴുവൻ സമയം കൊടുക്കണം. എത്രമാത്രം സമയം കൊടുക്കണ്ടോ അത്രമാത്രം മൂപ്പര് അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി എന്താ പറയുക, അദ്ദേഹത്തിനാണ് ഈ അവസരം കൊടുക്കുക. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ കേട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു കമ്മിറ്റിയിൽ കൊടുത്തില്ലേ? ഒന്ന് കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് കഴിഞ്ഞ 2006 to 2015 ഗവൺമെന്റിലെ ഒഫീഷ്യൽ പേജ് ഓഫ് ജമാഅത്ത് ഇസ്ലാമി കേരള എന്ന് പറയുന്ന അവരുടെ ഫേസ്ബുക്കിന്റെ ഒഫീഷ്യൽ പേജിൽ അവരുടെ DP എന്ന് നമ്മൾ പറയുന്ന ആ ചിത്രം എന്താണെന്ന് നോക്കൂ. എന്താണ് ആ പറയുന്ന ഒരു മിനാരം? അത് താങ്കൾക്ക് എന്താണ് ഇത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾക്കൊരു ജമാഅത്തിലെ പച്ചക്കളർ എന്താണ് പ്രശ്നമായിട്ട് തോന്നുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? അനുപാതരഹിതമായി എന്തെങ്കിലുമൊക്കെ പറയാമോ അമീനെ? പ്രകാശ് മാഷ് പറഞ്ഞേ. പച്ചയോ? അനുപാതരഹിതം എന്തെങ്കിലുമൊക്കെ പറയല്ലേ? താങ്കൾക്ക് മാധ്യമോത്സവം ലക്ഷത്തിൽ കുറച്ചുകൂടി ക്വാളിറ്റിയോടെ സംസാരിക്കും. അതാണ് താങ്കൾക്ക് മാധ്യമോത്സവം ലക്ഷത്തിൽ കുറച്ച് ക്വാളിറ്റിയിലെ വാദം ഉന്നയിക്ക്, കുറച്ച് ക്വാളിറ്റിയുള്ള വാദം ഉന്നയിക്ക്. ജമാഅത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്ക്. അല്ല അമീൻ, ജമാഅത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്ക്. ആ ചിഹ്നത്തിന്റെ പ്രശ്നം എന്താണ്? അല്ലെ ഒരൊറ്റ മിനിറ്റ് അമീൻ, ജമാഅത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്ക്. പിന്നെ താങ്കൾ പറഞ്ഞെന്താ ഇപ്പോ? താങ്കൾ പറഞ്ഞെന്താ? അമീനെ മാധ്യമ വിമർശനം ഉന്നയിക്കുമ്പോഴേക്കും ഒരു പച്ചക്കളം ഉള്ള എംബ്ലം ഇട്ടതിന് പറയല്ലേ? അത് നിലവാരം കുറഞ്ഞല്ലേ? എന്തെങ്കിലും പറയാവുന്നതാണോ? ഓക്കെ, മതിയായിക്കോ. ശരി, മതി. താങ്കൾ സ്വയം ആലോചിച്ചാൽ മതി. അമീൻ സ്വയം ആലോചിച്ചാൽ മതി. ഞാൻ ചോദിച്ചതല്ല. ഞാൻ താങ്കളുടെ കാര്യം പറഞ്ഞ കുറച്ചുകൂടി നിലവാരത്തിന്റെ കാര്യം പറഞ്ഞ. ഓക്കെ, ശരി, ആയിക്കോട്ടെ. പ്രകാശ് മാഷ പറഞ്ഞു മാധ്യമ വിമർശനം കുറച്ച് ക്വാളിറ്റി പറ അമീനെ. ഇവിടെ ഷാഫിയുടെ വായെ എന്തിനോടാണ് ഉപയോഗിക്കുന്നത്? വാക്കറിയാത്തതുകൊണ്ടല്ല, ഒരു ചർച്ച ചെയ്യാത്തതുകൊണ്ട് പറയാതിരിക്കുന്ന. ഉളുപ്പില്ലാത്ത മാപ്പിള എന്നൊക്കെ പറയാൻ
എന്ത് സാധ്യത വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് സാധിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എത്ര തരംതാണ നിലക്കാണ് കാര്യങ്ങൾ അദ്ദേഹം സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ ആ ഒരു വാക്ക്. ഇവിടെ എന്തിനാണ് ഈ ചർച്ച വരാനിടയായ കാരണം ഞാൻ ആദ്യം പറഞ്ഞു. ഒരു ഭാഗത്ത് BJP ഹിന്ദുക്കളെ വർഗീയവൽക്കരിക്കുന്നു, മറുഭാഗത്ത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും SDP-യുമായി ചേർന്നുകൊണ്ട് ലീഗ് മുസ്ലിങ്ങളെ വർഗീയവൽക്കരിക്കുന്നു. ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ അന്തരീക്ഷം ഇല്ലാതാക്കും. പിന്നെ ദേശീയ തലത്തിൽ ചർച്ചയാവുമല്ലോ. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇന്ന് BJP ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷം മുസ്ലിം തീവ്രവാദികളുടെ സംഘടനയാണ്, അവരുമായി ബന്ധമുള്ളവരാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം. എന്താ ഇവിടെ ഈ പറയുന്ന വയനാട്ടിലെ ജയമെന്ന് പറയുന്നത് ഈ പറയുന്ന സംഘടനകളുടെ കൂടി പിൻബലത്തോടെയാണെന്നാണ്. കൂടി പിൻബലത്തോടെയാണെന്ന് പറഞ്ഞൊന്നുമില്ല. വിജയരാഘവൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി അവിടെ എത്തിയത് ഇവരുടെ പിന്തുണ മാത്രമാണ് പറഞ്ഞത്. ആ പ്രസംഗത്തിൽ വിജയരാഘവന്റെ ഒന്നും പ്ലേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിജയരാഘവൻ വേണേ പ്ലേ ചെയ്തേ, നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്റെ മാഷ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പോയ കാലത്ത് 2011 വരെ ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയതും ആ വോട്ടിന് താങ്ക് യു പറഞ്ഞതും കാര്യങ്ങൾ ചരിത്രത്തിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ചരിത്രം അവിടെ കിടക്കുകയാണ്. അത് പിന്നെ എന്താണ് ക്ലാരിറ്റിയോടെ പറയാൻ പറ്റുമോ? പോട്ടെ, വിട്ടേക്കൂ. എൻകൗണ്ടർ പൂർണ്ണമാവുകയാണ്.